നമസ്കാരം, ഞാൻ ആൻറ്റോ മൈക്കിൾ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹബിൽ നിന്ന് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാക്കുന്നൊരു പ്രക്രിയയാണ് മെൻ്റൽ ഫിൽറ്ററിങ്. എന്താണ് മെൻ്റൽ ഫിൽറ്ററിങ് എന്ന് ചോദിച്ചാൽ, ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കും, അതിനെക്കുറിച്ച് ആലോചിക്കും, ടെൻഷൻ അടിക്കും. എന്നാൽ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും, നമ്മളതൊന്നും തിരഞ്ഞ് കണ്ടുപിടിക്കത്തില്ല. ഒരു ഉദാഹരണം ചൊല്ലട്ടുമാ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രീലങ്കയിൽ പോയി. ഇവിടെ അധ്യാപകരുടെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഹൂപ്പനപ്പോനോ എന്ന മനോഹരമായ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ അവതരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അപ്പോൾ അതിൽ മനോഹരമായ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കുണ്ട്, ഒരു മെഡിറ്റേഷനുണ്ട്. അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാനൊന്ന് വിശദീകരിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരിൽ ചിലർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളതായി പറഞ്ഞു. ഇല്ല, ഞങ്ങളങ്ങനെ ചെയ്യില്ല എന്ന് വാശി പിടിച്ചു. അന്ന് വൈകുന്നേരം ഹോട്ടൽ മുറിയിലെത്തിയപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചു. ഈ നെഗറ്റീവായ ആസ്പെക്റ്റിനെ മാത്രം ഞാൻ ചകഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ് ആ ഗ്രൂപ്പിലെ ചിലർക്ക് ആ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ് അവർ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാത്തത്? ഇങ്ങനെ ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിച്ചു. തൊട്ടടുത്ത നിമിഷം ഞാൻ ആലോചിച്ചു, ഇതാണല്ലോ മെൻ്റൽ ഫിൽറ്ററിങ്. ആ ദിവസം പോസിറ്റീവായ എത്രയോ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിലൂടെ അന്നേ ദിവസം നടന്ന പോസിറ്റീവായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തു. ഒരു ചെറി പഴങ്ങൾ രാവിലെ കുട്ടയിൽ ശേഖരിക്കുന്ന ഒരു കർഷകൻ അതിലെ ഏറ്റവും നല്ല ചെറിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് മാറ്റുന്നത് പോലെ, ആ കുട്ടയ്ക്കകത്ത് ചീഞ്ഞ, അഴുകിയ, കേടായ ചെറിപ്പഴങ്ങളുണ്ടാകും. ഈ കർഷകൻ എന്ത് ചെയ്യും? ആ ചീഞ്ഞ ചെറിപ്പഴങ്ങളെ മാറ്റിക്കളയും, ഏറ്റവും നല്ല ചെറിപ്പഴങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് കുട്ടയിലേക്ക് മാറ്റും. ഞാനും അതുപോലെ ആ ദിവസം നടന്ന പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ സന്തോഷം ഉണ്ടായി, ടെൻഷൻ മാറി. കാരണം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ഒരു പോസിറ്റീവായ സംഭവം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിൽ ഒരാളായ ഖത്തറിൽ താമസിക്കുന്ന ഷിബു എന്ന് പറയുന്ന സാറ്, ഒരു പ്രശസ്തമായ സ്കൂളിലെ പ്രിൻസിപ്പൽ, അന്നേ ദിവസം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റെല്ലാ തിരക്കുകളും മാറ്റി ഷിബു സാർ എന്നോടൊപ്പം ചെലവഴിച്ചു. അത് എത്രയോ നല്ല പോസിറ്റീവായ ഒരു ആസ്പെക്റ്റാണ്. പിന്നെ ശ്രീലങ്കയിൽ ഞാനന്ന് താമസിച്ച ഹോട്ടലിലെ ഉച്ചഭക്ഷണം എത്രയോ രുചികരമായിരുന്നു. തീർന്നില്ല, ചിലർ കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചില്ലെങ്കിലും മറ്റനേകം പേർ ധ്യാനിച്ചു. അതിൽ ചിലരൊക്കെ എൻ്റെ അടുക്കൽ വന്ന് ഹൂപ്പനപ്പോനോ മനോഹരമായ ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രം: നമ്മൾ മെൻ്റൽ ഫിൽറ്ററിങ് നടത്തുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ, ഒരു സംഭവവുമായി ബന്ധപ്പെട്ട നെഗറ്റീവായ സംഭവങ്ങൾ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ചകഞ്ഞെടുക്കുകയാണെങ്കിൽ, അത് നമുക്ക് ടെൻഷൻ മാത്രമേ ഉണ്ടാക്കൂ. അപ്പോൾ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ ചീഞ്ഞ ചെറിപ്പഴങ്ങൾ മാറ്റിക്കളയുക, നല്ല ചെറിപ്പഴങ്ങൾ മാത്രം വളരെ ശ്രദ്ധയോടെ നോക്കി കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ, ആ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന പോസിറ്റീവായ, നമ്മളിൽ സമാധാനം, സന്തോഷം നിറയ്ക്കുന്ന സംഭവങ്ങൾ മാത്രം കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുക. എപ്പടി? മെൻ്റൽ ഫിൽറ്ററിങ് മറക്കരുത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച്. ആൻറ്റോ മൈക്കിൾ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹബ്.